ഇന്ന് നന്ദിനിടത്തി ഉണ്ടാക്കിയ സദ്യയാ. പക്ഷെ കറിയെല്ലാം കുറച്ച് തണുത്തിട്ടുണ്ട്. നേരം വൈകിയില്ലേ? കാർത്തിമോന് കൊടുത്തോ? ആ, നന്ദിനിടത്തി കൊടുത്തു. അല്ല, നന്ദിനി മീനാക്ഷി എവിടെ പോയി? മീനാക്ഷി കരച്ചില്ല. നന്ദിനിടത്തി മീനാക്ഷിയുടെ കൂടെയുണ്ട്. ഞാൻ ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് അവര് വന്നില്ല. അതങ്ങനെ തൊട്ടതിനും പിടിച്ചനൊക്കെ ആ കുഞ്ഞിനെ വഴക്ക് പറയാനല്ലേ ഇവിടെ ചെറുക്ക് മത്സരം? ഇന്നും പട്ടിണി. അവരില്ലാതെ എനിക്ക് ഈ ആഹാരം ഇറങ്ങില്ല. അച്ഛാ വേണ്ട അച്ഛാ, അച്ഛനോട് ഇരിക്കേ. മീനാക്ഷി നന്ദിനി എടുത്തിയും ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മുത്തശ്ശി പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട മോളെ. വാ എഴുന്നേക്ക്. ദേ അവരെല്ലാം ഡൈനിങ് ഹാളിൽ കാത്തിരിക്കുകയായിരിക്കും ഊണ് കഴിക്കാൻ വേണ്ടി. എനിക്ക് വേണ്ടമ്മ. മോളെ, നീ ചെല്ലാതിരുന്നാല് മുത്തശ്ശനും ജഗദീഷും അത് ശ്രദ്ധിക്കും. അവരാഹാരം കഴിക്കില്ല. തിരക്കിലും ടെൻഷനിലും എല്ലാവരും മറന്നുപോയ ഒരു കാര്യത്തിന് ചെറിയച്ഛൻ്റെ മാപ്പ്. മോക്കെൻ്റെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു ചെറിയച്ച. മോളെ, ഒരു വീടാവുമ്പോൾ ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. മോളെ നിങ്ങൾ വിട്ടുകളഞ്ഞേരെ. വാ നമുക്ക് ഊണ് കഴിക്കാം. നിന്റെ മുത്തച്ഛയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? പോട്ടെ. മാത്രമല്ല അവള് നിന്റെ മുത്തച്ഛൻ ആഹാരം കഴിക്കാതിരിക്കുക. നീ വന്നിട്ടേ കഴിക്കൂന്നാ പറയുന്നത്. വാ മോളെ. വാ. ആ വാവാ. പിറന്നാളുകാർ വന്നിട്ടുണ്ട്.